ഇന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. നല്ല മഞ്ഞുണ്ടായിരുന്നേ. അപ്പോൾ അടുക്കള വശത്ത് പോയി നിന്ന് നോക്കിയപ്പോൾ നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ അടുക്കളയുടെ സൈഡിൽ നിന്നേക്കുന്ന ഒരു കാപ്പി പൂത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ച് കേട്ടോ. പിന്നെ തലേന്ന് അരിഞ്ഞു വെച്ചിരുന്ന പയറൊക്കെ എടുത്ത് ഞാൻ പുറത്ത് വെച്ചു കേട്ടോ. സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഞാൻ അരിഞ്ഞു വെച്ച്. ആദ്യം തന്നെ ഞാൻ ചോറ് വെക്കാൻ വേണ്ടി കല അടുപ്പത്ത് വെച്ച് കേട്ടോ. ഞാൻ റൈസ് കുക്കറിലാണ് ചോറ് ഇറക്കി വെക്കാറ്. ഒരു തിളച്ച് കഴിയുമ്പം റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കും കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ സാമ്പാറിൻ്റെ ഒക്കെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ അടച്ചു വെക്കാൻ വരും. അപ്പോഴാണ് ഓർത്തത് ഒരു കാര്യം മറന്നു, പരിപ്പാണല്ലോ മെയിൻ. അപ്പോൾ പരിപ്പും കൂടി ഇട്ടിട്ട് അങ്ങ് അടച്ചു വെച്ച് ഞാനതങ്ങ് വേവിച്ചെടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും ചേട്ടൻ എഴുന്നേറ്റ് വന്നു കേട്ടോ. എന്നോട് ചോദിച്ച് എവിടെ പോകാൻ ഒരുങ്ങി നിൽക്കുന്നതെന്ന്. എൻ്റെ ലിപ്സ്റ്റിക്ക് കൂടുതലാണ്, കുറയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നിങ്ങൾ പറയൂ ഗൈസ്, എൻ്റെ ലിപ്സ്റ്റിക്ക് കൂടുതലാണോ? കമൻറ്റിൽ പറയണേ. അപ്പോഴത്തേക്കും ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളി അരിയുന്നുണ്ട്. നോക്കിയപ്പോൾ നമ്മുടെ കഞ്ഞി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞി അങ്ങ് ഇറക്കി വെക്കാമെന്ന് വെച്ച്. അതിനുശേഷം നമുക്ക് പയർ തോരൻ വെക്കാം. അപ്പോൾ കടുക് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. കടുക് പൊട്ടിച്ച് ഞാൻ വേറൊരു കുപ്പിയിലാക്കി ഇട്ട് കേട്ടോ. അതിനുശേഷം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ പയറും കൂടി ഇട്ട് നല്ലതായിട്ട് തന്നെ ഇളക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മെയിനായിട്ടുള്ള ഈ സവോളയും പച്ചമുളകൊക്കെ ഇടാൻ മറന്നുപോയി കേട്ടോ. അത് പിന്നെ പുറകെ അരിഞ്ഞിട്ടേക്കുമായിരുന്നേ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് ഞാനൊന്ന് വേവിച്ചെടുക്കാമെന്ന് വെച്ച് കേട്ടോ. അതിൻ്റെയൊക്കെ നമ്മുടെ ഓംലേറ്റിനുള്ള പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കവിടെ വെക്കാം. അപ്പോഴത്തേക്കും തോരന് തേങ്ങ ഇടാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ അങ്ങ് ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൂട്ടി വീണ്ടും ആദ്യ കയറ്റി ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് പറഞ്ഞ് വീണ്ടും വെച്ച് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറിൻ്റെ വിസിലൊക്കെ വന്ന് അപ്പോൾ ഞാൻ എയർ തുറന്ന് കളയായിരുന്നു. പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കടുക് പൊട്ടിച്ച് സാമ്പാർ പൊടി ഇട്ട് അതങ്ങ് നമ്മുടെ സാമ്പാർ സെറ്റാക്കി കേട്ടോ. സാമ്പാർ റെഡി ആയിരിക്കുന്നു ഗൈസ്. നോക്കൂ, തിളയ്ക്കുന്ന സാമ്പാർ. അപ്പം തന്നെ ആ കുക്കർ അടിച്ചതിൻ്റെ വെള്ളമൊക്കെ ഞാൻ അപ്പം തന്നെ അങ്ങ് തുടച്ച് ക്ലീനാക്കി കഴിഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ പിന്നീട് വെക്കുമ്പോൾ പിന്നെ ഒത്തിരി പണിയായിട്ട് തോന്നും. അപ്പോൾ ഞാൻ ഒരു അടുപ്പിൽ നമ്മുടെ ഓംലേറ്റ് ആക്കാനും മറ്റേ അടുപ്പിൽ നമുക്ക് ദോശ ചുടാനും വേണ്ടി ഞാൻ സെറ്റാക്കി കേട്ടോ. കുറച്ച് തേങ്ങയും കൂടി ഇട്ടാൽ കേട്ടോ ഇത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ചോറിൻ്റെ കൂടെ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ദോശയും കൂടി കയ്യോടെ അങ്ങ് ചുടുക കേട്ടോ. സമയം കളയാനില്ലല്ലോ, നമുക്ക് 8 മണിയാകുമ്പോൾ ഫുഡ് ആവണം കേട്ടോ. അതിനപ്പം ഞാൻ വേഗം ദോശയും ചുട്ടെടുക്കുകയാണേ. അപ്പോഴത്തേക്കും കുട്ടികൾക്കുള്ളതെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ അവരുടെ ലഞ്ചും അവരുടെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചെറിയ വീഡിയോ. അതിനുശേഷം ഞാനൊരു ചായ ഇട്ട് പിന്നെ എനിക്ക് കഴിക്കാനുള്ളത് എടുത്ത് ചേട്ടനും കഴിക്കാനുള്ളത് എടുത്ത്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ.